friends, hello, Oxten. നമുക്ക് കുറച്ച് ദിവസം മുമ്പ് കൈനറ്റിക് സാൻഡിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായത്. കൈനറ്റിക് സാൻഡ് എന്നാണ് സാൻഡിന്റെ പേര്, ബ്രാൻഡിന്റെ പേര് വണ്ടർസ്റ്റാൻഡ് എന്നാണ്. നമ്മൾ അന്ന് ചെയ്ത് നമ്മളെ തന്നെ ഉണ്ട്. ആ വീഡിയോയുടെ അടിയിൽ കുറെ കമന്റ് വന്നിട്ടുണ്ടായി, കൈനറ്റിക് സാൻഡ് വെച്ച് വേറെ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു തരാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൈനറ്റിക് സാൻഡ് വെള്ളത്തിലിട്ട് കാണിച്ചു തരാം എന്നുള്ള കമന്റ് കുറെ വന്നിട്ടുണ്ട്. ആ വീഡിയോയുടെ കമന്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്താണ് സംഭവിക്കുന്നത്, അതായത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോണത്. അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആണ്, കാരണം എന്തിട്ടാണ് പ്രത്യേകത എന്നറിയില്ല. ഇതെന്തായാലും വെള്ളത്തിലിട്ട് നോക്കാം. അപ്പൊ ഞാൻ ഒരു അക്കോറി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൈനറ്റിക് സാൻഡ് എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അക്കോറി ഇതിൽ വെള്ളം ഒഴിക്കാട്ടാ, ഒഴിക്കാട്ടാ, വെള്ളം ഒഴിക്ക. ഒരു ബക്കറ്റ് ഫുള്ള് വെള്ളം എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒഴിക്കാനുള്ള, അതെ ഓൾറെഡി ഞാൻ അക്വറി യൂസ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അതിന്റെ ലെവലിൽ വെള്ളം ഒഴിച്ച് സെറ്റാക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കൈനറ്റിക് സാൻഡ് കയ്യിലിട്ട് നോക്കാൻ സംഭവിക്കുന്നത്. ഗൈസ്, പിന്നെ 8 സമയങ്ങൾ വേണ്ട, കൈനറ്റിക് സാൻഡ് പൊട്ടിക്കുക, അതിനുള്ളിലേക്ക് ഇട്ട് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. റെഡിയാണ് കേട്ടാ. സംഭവം അന്ന് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സംഭവത്തിന് ശരിക്കുള്ള വർക്കിംഗ് എന്നൊക്കെ ഉള്ളത് കണ്ട. അപ്പൊ ഇനി ഇതിലേക്ക് ഇട്ട് നോക്കാം എന്ത് സംഭവിക്കുന്നു. അത് കൈക്ക് ഇടാല്ലേ, നോക്കാം. മൂത്ത് സ്പോഞ്ച്, സംഭവം സ്പോഞ്ച്. അത് മൂന്ന് വെള്ളം മുണക്കിടാ. ഇത് മൂന്ന് മോളിക്ക് ഓരോ തുള്ളികൾ മുണക്കി, അടിക്ക് വരുന്ന മോളിക്ക് ഓരോ കൊമ്പളുകൾ മുണക്കി. ഇത് മൂന്ന് ഓരോന്നും കണ്ട, ഓരോന്നും മൂണോക്ക് കണ്ട, ഓരോന്നും ശരി നോക്കി കണ്ട, കറക്റ്റ് ഓരോന്നും പോണത് നൈസായിട്ടില്ല. പൊളി പൊളി. അപ്പൊ നോക്കി കൈനറ്റിക് സാൻഡ് ഇട്ടപ്പോ കുറച്ച് മോളി കിടക്കുന്നുണ്ട്, വെയിറ്റ് ഭയങ്കരമായിട്ടുള്ളതൊക്കെ അടി കിടക്കുന്നുണ്ട് കണ്ട. ഇത് തൊടുമ്പോ അടിക്ക് തന്നെ പോകണ്ടിട്ടാ. മുകളിൽ ഇളക്കുമ്പോ നല്ല ഭംഗിയിൽ അടിക്ക് പോകണ്ട്. അപ്പൊ ഇനി അടിയിൽ കട്ട പിടിച്ച് കിടക്കണതൊന്ന് ഇളക്കി നോക്കാട്ടാ. അതിന്റെ അടിയിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പുറത്ത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സാധനം. നോക്കിയേ, നോക്കോട്ടാ, എടുത്തൊന്ന് കാണിച്ചു കൊടുത്തരാ. കട്ട് ചെയ്യണേ കണ്ടാ, പുറത്ത് വെച്ച് നമ്മൾ എങ്ങനെയാണോ കൈനറ്റിക് സാൻഡ് കട്ട് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഉള്ളിലിൻ്റെ കണ്ടാ നല്ല ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ഒരു പെർഫെക്ഷനോട് കൂടി കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടാ. തെറ്റി പോകണമെന്നില്ല. കേക്ക് പോലെ തന്നെ ഉള്ളിൽ വെച്ചും കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സംഭവം തന്നെ നൈസായി. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എന്നാണ് എത്രത്തോളം സക്സസ്ഫുൾ അങ്ങനെയുള്ള എക്സ്പെരിമെന്റ് അല്ല. നിങ്ങൾക്ക് ഇത് വെള്ളത്തിലിട്ട് കാണണമെന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ട് കാണിച്ചു തന്നാണ് എന്ത് സംഭവിക്കുമെന്ന്. അപ്പോ ഇങ്ങനെ വെള്ളത്തിലിട്ടപ്പോഴത്തെ ഒരു അവസ്ഥയാണ് കൈനറ്റിക് സാൻഡ് കണ്ടാ. പ്രത്യേകിച്ച് ഭയങ്കര ഒന്നും പറയാനുള്ളതൊന്നുമില്ല, എങ്കിലും സംഭവം നൈസായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് പുറത്തേക്ക് എടുത്ത് നോക്കാം എങ്ങനെയായിരിക്കും പുറത്തേക്ക് എടുത്താൽ എന്നുള്ളത്. പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടാ. കൈനറ്റിക് സാൻഡ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും കണ്ടോ കേട്ടാ. ചേട്ടാ വെള്ളത്തിന് പുറത്തെടുത്തിട്ടോ അതിനൊരു യാതൊരു മാറ്റമില്ല കേട്ടോ. ഇതൊക്കെ അതുപോലെ തന്നെ ചില ഭാഗത്തൊരു കട്ടിക്ക് നിൽക്കണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് അതുപോലെ തന്നെ അതെ എന്താ പറയാ, അതെ ആദ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പൊടിയനുണ്ട് കണ്ടാ. വെള്ളത്തിലിട്ടുണ്ട്, കയ്യിലൊട്ടുണ്ട് കേട്ടോ, വെള്ളത്തിലിട്ടാണ് കയ്യിലൊട്ടുണ്ട്. പക്ഷെ ആദ്യം ആയിരുന്ന പോലെ തന്നെ സംഭവം വർക്കാവുന്നുണ്ട്, അതായത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് പോലും അങ്ങനെ പോകുന്നുണ്ട്. സംഭവം നല്ല നൈസായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പെരിമെന്റ് നടന്നത്, വെള്ളത്തിലിട്ട് കാണിച്ചു തന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇനി ഇതെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് ഉണക്കി വെച്ച് നോക്കാം. ഇനി തിരിച്ച് ഇതുപോലെ വർക്കാവോ എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് നോക്കാം. ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള താഴെ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്ത എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾ ചെയ്യ് വെള്ളത്തിലിട്ട് കാണിച്ചു തരുമോ എന്ത് സംഭവിക്കുന്ന അറിയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെയ്തെന്നുള്ളൂ. സംഭവം
നൈസ് തന്നെയാണ് കേട്ടോ. കണ്ടോ ശരിക്കും പുറത്തേക്ക് എടുക്കുമ്പോൾ കൈനറ്റിക്സ് തന്നെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ അത്രയ്ക്ക് ഒരു പെർഫെക്ഷൻ ഇല്ലാന്നുള്ളൂ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിച്ചോ. നിങ്ങൾക്ക് പ്രത്യേകം ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ എന്നോട് പേഴ്സണലായിട്ട് ഇതിൽ പറയാനൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല നല്ല വീഡിയോസ് ഒക്കെ എത്രയും പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഇട്ട് വെക്കാം. അപ്പോൾ എന്താ പറയുക, ഇതിലും അടിപൊളി വീഡിയോസ് ആയിട്ടൊക്കെ എത്രയും പെട്ടെന്ന് വരാം. അപ്പോൾ അതായിരിക്കും ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്.